അതുണ്ടല്ലോ, ഇന്നൊരു വൺ പോട്ട് റെസിപ്പിയാണ് ചിക്കൻ്റെ. അതൊക്കെ നമ്മൾ ഇന്ത്യയൊക്കെ വിട്ടിട്ട് ഒന്ന് ജപ്പാൻ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കുരുമുളകും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പഞ്ചസാര, എള്ള്, വെളുത്ത എള്ള്, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. സോയാ സോസ്, എള്ളെണ്ണ, പിന്നെ ഗ്രീൻ ഒനിയൻ, അതും ഓപ്ഷണലാണ്. ഗാർണിഷ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പാൻ വെക്കുക, എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അത് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് സോസ് കൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ സാധനം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ സമയം കൊണ്ടൊക്കെ നിങ്ങളൊന്ന് ചിക്കൻ നല്ല ഫ്രൈ ആക്കി എടുത്താൽ മതി, ഒരു ഗോൾഡൻ ഷെയ്ഡ്. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് സോയാ സോസ്, പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക്, കുറച്ച് പഞ്ചസാര. ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാ പഞ്ചസാര ആയാലും മതി. അതിട്ട് എള്ളെണ്ണയാണ്, അത് ഒഴിക്കുക. സെസമി ഓയിൽ, അതല്ലേ ഉള്ളു, അത് തന്നെ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് വറ്റിച്ചെടുക്കുക. അപ്പോൾ അത് കട്ടിയായിട്ട് നമുക്കൊരു തിക്ക് ഇതായിട്ട് വരും. അതാണ് അതിൻ്റെ കണക്ക്. അത്രയേ ഉള്ളൂ. നമ്മളുടെ തെരിയാക്കി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എനിക്കിതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഭയങ്കര ചിരി, എന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ദേ അപ്പുറത്തിരിക്കുന്ന ഒരാളൊക്കെ ഉണ്ട്, ചെടിയും പിടിച്ചുണ്ട്. ഞാനത് ടെമൂന്ന് മേടിച്ചതാണ്. ആളുടെ പേര് ദാമു, നമ്മളിട്ട പേര്. അപ്പം പിന്നെ കുറച്ച് വെളുത്ത വെള്ളമൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. വെളുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ഒനിയൻ, നമ്മുടെ ഇവിടെ ഒരാൾ വളർത്തുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടം. അതിൽ നിന്ന് ഞാൻ കുറച്ച് കട്ടെടുത്ത് അതുകൂടി ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയോ, ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ബൈ.